നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട വ്യക്തിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അടൂർ സ്വദേശിയായ ബിനു എസ് നായർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പത്തനംതിട്ട സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. ഡിവൈഎഫ്ഐ അടൂർ ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ഗോപാലാണ് പരാതിക്കാരൻ. വിഷ്ണു ഗോപാൽ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പത്തനംതിട്ട SP-ക്കായിരുന്നു പരാതി നൽകിയത്. IT ആക്ട് പ്രകാരവും BNS പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പ്രതി ലൈംഗിക ചുവയുള്ളതും അസഭ്യം നിറഞ്ഞതുമായ FB പോസ്റ്റാണ് പങ്കുവച്ചതെന്ന് FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ അധിക്ഷേപിച്ച വ്യക്തിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയ്ക്ക് സ്വർണ്ണക്കള്ളൻ എന്ന തലക്കെട്ട് നൽകി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിപ്പിച്ച 19-കാരനെതിരെയും കേസെടുത്തു. കൂത്തുപറമ്പ് പാച്ചപ്പൊയ്ക സ്വദേശി TA അനുനന്ദിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. കണ്ണൂർ സൈബർ പോലീസാണ് കേസെടുത്തത്. ഇൻസ്റ്റഗ്രാമിലായിരുന്നു 19-കാരൻ അനുനന്ദ് പോസ്റ്റ് ഇട്ടത്. പ്രിയദർശിനി ഓലായിക്കര എന്ന പേജിലായിരുന്നു ഈ ഒരു പോസ്റ്റ് വന്നത്. മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്താനും മനഃപൂർവ്വമായി ലഹളയുണ്ടാക്കാനും ശ്രമിച്ചുവെന്ന് FIR-ൽ വ്യക്തമാക്കിയിരിക്കുന്നു. പരാതിക്കാരനും CPM പ്രവർത്തകർക്ക് മാനസിക വിഷമമുണ്ടായി എന്നും പിണറായി സ്വദേശി സുധീറിന്റെ പരാതിയിലാണ് ഈ സൈബർ പോലീസ് കേസെടുത്തത്. പ്രകോപനപരമായി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിലും കേസെടുക്കുകയുണ്ടായി. അതേസമയം ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. മറ്റൊരു കേസ് കൂടി, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. ബൈ ബൈ പിണറായി എന്ന ഫ്ലെക്സ് CPM പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു, കോൺഗ്രസിൻ്റെ ഫ്ലെക്സ്. അതിന് പിന്നാലെ UDF LDF പ്രവർത്തകർ നടുറോഡിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. ഈ സംഭവത്തിലും കേസെടുത്തിരിക്കുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. ബൈ ബൈ പിണറായി എന്ന ഫ്ലെക്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായി. ബൈ ബൈ പിണറായി, അതായത് പിണറായി ഭരണത്തിന് അവസാനമായി എന്ന രീതിയിലൊക്കെ UDF പ്രതികരണം വരുന്നുണ്ട്. ഇതിനിടയിൽ ഈ ഒരു ഫ്ലെക്സിനെ ചൊല്ലി ഒരു കയ്യാങ്കളി ഉണ്ടായിരിക്കുകയാണ്. LDF UDF പ്രവർത്തകർ തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത്. കളമശ്ശേരി മണ്ഡലത്തിലെ അടുവാശ്ശേരിയിലാണ് LDF UDF പ്രവർത്തകർ ഈ ബൈ ബൈ പിണറായി എന്നെഴുതിയ ഫ്ലെക്സിന്റെ പേരിൽ സംഘർഷത്തിലേർപ്പെട്ടത്. ഇരു പാർട്ടിയിലെയും പ്രവർത്തകർ തമ്മിലടിച്ചു. ചെങ്ങമനാട് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. എന്തായാലും ബൈ ബൈ പിണറായി എന്ന ഫ്ലെക്സിന്റെ പേരിൽ പ്രവർത്തകർ തമ്മിലടിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ആ സംഭവം ഒരിടത്തുണ്ടായി. ഇനി നമ്മൾ മറ്റൊരു സംഭവത്തിലേക്ക് പോവുകയാണ്. അതായത് 22 ദിവസവും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വരും, അപ്പോൾ ചില കണക്കുകൾ തീർക്കാനുണ്ട് എന്ന് കണക്ക് കൂട്ടി ദിവസം എണ്ണി ഇരിക്കുകയാണ് KSU നേതാവ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെയാണ് പരസ്യ ഭീഷണിയുമായി KSU നേതാവ് രംഗത്ത് വന്നത്. തല അടിച്ചു പൊട്ടിച്ചതിന് കണക്ക് തീർക്കുമെന്നാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ സാമൂഹിക മാധ്യമത്തിലൂടെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ ചിത്രം പങ്കുവച്ചാണ് അരുൺ രാജേന്ദ്രന്റെ ഭീഷണി. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ചിത്രം പങ്കുവച്ച ആഹ്വാനങ്ങളുണ്ട്. ആലപ്പുഴയിലെ നവകേരള യാത്രയ്ക്കിടെ KSU നേതാക്കളെ മർദ്ദിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഭീഷണി. സാറേ, സുഖമാണല്ലോ അല്ലേ? സുഖിക്കാൻ പോകുന്നതേ ഉള്ളൂ. 22 ദിവസം കൂടി കഴിഞ്ഞോട്ടെ. സുഖിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ സാറുമാരെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തലയും കണ്ണും മൂക്കും അടിച്ചു പൊട്ടിക്കാൻ നേതൃത്വം കൊടുത്തവരൊക്കെ തൊഴിലുറപ്പ് കാർഡ് ഒരെണ്ണം എടുത്തു വെച്ചോ. ഞങ്ങളെല്ലാം മറന്നെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ മരിച്ചെന്ന് ഉറപ്പ് വരുത്തണം. ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ രക്തം കൊണ്ട് എഴുതിയിട്ടിരിക്കുന്ന കണക്കുകൾ ഒരുപാടുണ്ട്. ആ കണക്കുകളൊക്കെ നമുക്ക് തീർക്കേണ്ടേ സാറേ എന്നായിരുന്നു KSU നേതാവ് അരുൺ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച സംഭവം, അന്ന് മുഖ്യമന്ത്രി കടന്നു പോകുന്ന രീതിയിൽ പ്രതിഷേധവുമായി വന്ന പ്രവർത്തകരെയാണ് അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതിന് പിന്നാലെ അവർക്ക് ചില വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. അതിൻ്റെ പ്രതികാരം ഞങ്ങൾ UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ KSU നേതാവിൻ്റെ ഭീഷണി. അതേസമയം കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നും UDF അധികാരത്തിലെത്തുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ UDF ഭരണം വേണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. എല്ലാ സ്ഥലത്തും വലിയ ജനസഞ്ചയം അനുഭവപ്പെടുന്നുണ്ട്. UDF വിജയിക്കണമെന്നാണ് ജനങ്ങൾക്ക് താല്പര്യമുള്ളത്. ഗുഡ് ബൈ പിണറായി എന്ന് ജനം പറയുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല. BJP എല്ലായിടത്തും പണം വിതരണം ചെയ്യുകയാണ്. BJP അധാർമികമായ നടപടികൾ സ്വീകരിക്കുകയാണ്. BJP CPM തമ്മിൽ ധാരണയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് CPM-ന്റെ വോട്ടുകൾ BJP-ക്ക് പോയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതേസമയം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF അവകാശവാദം നടക്കില്ലെന്നും BJP അക്കൗണ്ട് തുറക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 2016 2021 ആവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെയുള്ള ചില വൈകൃതങ്ങൾ വരെ കേരളത്തിൽ കാണുകയുണ്ടായി. UDF-ഉം BJP-യും പണം എറിഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ശ്രമമുണ്ടായി. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ജനത്തിന് മതിപ്പുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് തുടർ ഭരണമാണ്. വിശദമായി പരിശോധിച്ചു. ഇത്തവണ 90-ലധികം സീറ്റ് തേടി LDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
BJP ഒരു സീറ്റിൽ പോലും വിജയിക്കില്ല. കേരളം സതീശനോട് ക്ഷമിക്കും. VD സതീശൻ സന്യാസത്തിന് പോകേണ്ടതില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM വിട്ടവർ ഒരു മണ്ഡലത്തിലും ജയിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF നേതാക്കളും മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ വലിയ അവകാശവാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് UDF മന്ത്രിസഭാ രൂപീകരണം പോലും സാങ്കല്പികമായി നടത്തിക്കഴിഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവയ്ക്കുന്ന കാര്യം പോലും അന്ന് ചർച്ച ചെയ്തു. മന്ത്രിമാരുടെ ലിസ്റ്റും പേഴ്സണൽ സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെന്റ് എല്ലാം പുറത്തു വന്നതറിയാം. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 99 സീറ്റ് നേടി LDF അധികാരത്തിലെത്തി. ഇപ്രാവശ്യവും ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. വെടിനിർത്തി മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന സ്ഥിതിയിലെത്തി. MV ഗോവിന്ദൻ പറഞ്ഞത് ഇപ്രകാരമാണ്. വസ്തുനിഷ്ഠമായി ആരാണ് കേരളം ഭരിക്കുക എന്ന് 9-ാം തീയതി തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനത്തിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തോട് നമ്മുടെ മനസ്സിനെ പൊരുത്തപ്പെടുത്തുന്ന പണി മാത്രമേ 4-ാം തീയതിയിലുള്ളൂ. അതിനിടയിൽ അവലോകനം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും പ്രതീക്ഷയോടെയാണ് നേതാക്കളായിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ കിട്ടിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ആകെ പോളിംഗ് 79.63% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. സർവീസ് വോട്ടുകൾ ഒഴികെയുള്ള കണക്കാണിത്. സർവീസ് വോട്ടുകളുടെ കണക്ക് കിട്ടുക വോട്ടെണ്ണലിന് ശേഷമാണ്. വോട്ട് കണക്ക് വൈകിട്ടില്ല. 3 ദിവസം മാത്രമാണ് എടുത്തത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 4-ാം ദിവസവും അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടാത്തതിൽ വിമർശനമുയരവെയായിരുന്നു കമ്മീഷൻ വിശദീകരണം നൽകിയത്. 53,984 സർവീസ് വോട്ടുകാരാണുള്ളത്. ഇവരിൽ എത്ര പേർ വോട്ട് ചെയ്തെന്ന് വോട്ടെണ്ണൽ സമയത്ത് മാത്രമേ അറിയാൻ സാധിക്കൂ. ഇതിന് 48 മണിക്കൂറിനുള്ളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇൻഡെക്സ് കാർഡ് പ്രസിദ്ധീകരിക്കും. അതിലാണ് സർവീസ് വോട്ടുകൾ ഉൾപ്പെടുത്തിയുള്ള കണക്കുകൾ ഉണ്ടാവുക. വോട്ടെടുപ്പ് ദിവസം ബൂത്തിലെത്തി വോട്ട് ചെയ്തവർ 78.27% ഇതിന്റെ മണ്ഡലം തിരിച്ചുള്ള കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് പോസ്റ്റൽ വോട്ടുകൾ കൂടാതെയുള്ള കണക്കാണ്. ആകെ വോട്ട് ചെയ്തത് 9 കോടി പുരുഷന്മാരാണ്. ആകെ വോട്ട് ചെയ്ത സ്ത്രീകൾ 1 കോടിയോളം അധികം വരും. 153 ട്രാൻസ്ജെൻഡർമാർ വോട്ട് ചെയ്തു. ആകെ 2 കോടിയിലധികം പേരാണ് വോട്ട് ചെയ്തത്. നിലവിലെ കണക്കുകൾക്കൊപ്പം സർവീസ് വോട്ട് കൂടി ചേർത്താൽ മാത്രമേ തിരഞ്ഞെടുപ്പിലെ പോളിംഗിന്റെ പൂർണ്ണ ചിത്രം വരൂ. എല്ലാം സുതാര്യമായാണ് നടന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ഫോം 17C എല്ലാ പോളിംഗ് ഏജന്റുമാർക്ക് നൽകിയിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകൾ ഇന്നലെയാണ് അന്തിമമാക്കിയത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ കണക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇൻഡെക്സ് കാർഡ് പ്രസിദ്ധീകരിക്കും. അതിലാണ് അന്തിമ കണക്കുകൾ ഉണ്ടാകുക എന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള 1,35,068 ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യുകയുണ്ടായി. അതായത് 96% വോട്ടിംഗ്. 53,984 സർവീസ് വോട്ട് പോളിംഗ് ദിവസം വരെ ഉണ്ടായി. 96.3% മുതിർന്ന പൗരന്മാരുടെ വോട്ട് ശതമാനം. 60,734 ഭിന്നശേഷിക്കാർ വോട്ട് ചെയ്തു. 96.7% ഹോം വോട്ടുകൾ ചെയ്തു. 32,172 അവശ്യ വിഭാഗം ജീവനക്കാരും വോട്ട് ചെയ്തതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ പരാതിയുള്ളവർക്ക് നിയമപരമായ പരിഹാരം തേടാമെന്നും കമ്മീഷൻ പറഞ്ഞു. അതേസമയം വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. വോട്ടർമാരുടെ പ്രതികരണത്തിലേക്ക്. പ്രതീക്ഷിക്കാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റൂല. അടുത്ത മത്സരം എല്ലാ തവണയും വോട്ട് ചെയ്യാറുണ്ടോ? എല്ലാ തവണ വോട്ട് ചെയ്യാറുണ്ട്. അത് മിസ് ചെയ്യാറേ ഇല്ല. ഇല്ല. ഈ പറയുന്ന പോലെ നമുക്ക് 5 വർഷത്തിലൊരിക്കൽ കിട്ടുന്നതാണല്ലോ ഈ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു അവകാശം. അതായത് നമ്മളാണ് തീരുമാനിക്കുന്നത് വരേണ്ടത് ആരാണ് എന്നുള്ളത്. അപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ചേച്ചി പരിഗണിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നേതാവ്, പാർട്ടി, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, ഇത് ഏതൊക്കെയാണ് ചേച്ചി പരിഗണിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്നത് നമുക്ക് എന്തായാലും നന്മ ചെയ്ത ഏത് പാർട്ടിയാണെങ്കിലും വരണം. ജനങ്ങൾക്ക് നന്മയുള്ളവരായിരിക്കണം. അത് നോക്കിയിട്ടാണ് എല്ലാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ വോട്ട്? എങ്ങനെയുണ്ട് ഇലക്ഷൻ? തിരക്കുണ്ടോ ഇവിടെ? തിരക്കില്ല. സാധാരണ തിരക്കുണ്ടാവാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം തിരക്കില്ല. ഇപ്പം വോട്ട് ചെയ്യാൻ ആരും വരുന്നില്ലെന്നുള്ള ഒരു അങ്ങനെയുള്ള പ്രതീതിയില്ല. വരുന്നു ഇങ്ങനെ മറ്റൊരു